എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇൻഫിനിറ്റി മാത്സ് ബൈ നയന. നമ്മൾ പാർട്ട് 1 കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്നും റിലേഷൻ എന്താണെന്നും ടൈപ്പ് ഓഫ് റിലേഷൻ ഇവയൊക്കെയാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വാലൻസ് റിലേഷൻ എന്താണ്, ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഫംഗ്ഷൻ്റെ ഡൊമെയിനും കോഡൊമെയിനും റേഞ്ചും ഇവയൊക്കെയാണ്. ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ്. സോ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 3 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. അപ്പോൾ ഒരു റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷൻ ആവണമെങ്കിൽ ഈ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഒരു റിലേഷൻ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷൻ എന്തായി, ഇക്വാലൻസ് റിലേഷനായി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ is called an equivalence relation if it satisfies reflexive, symmetric, transitive. അപ്പോൾ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന റിലേഷനെ നമുക്ക് എന്ത് പറയാം, ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. എ റിലേഷൻ ഈസ് കോൾഡ് ആൻ ഇക്വാലൻസ് റിലേഷൻ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ഓൾ ദ 3 പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇനി നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒരു സെറ്റ് കൺസിഡർ ചെയ്യുക. എ എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്യുക. സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2. ഇനി നമ്മൾ ഈ എയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് ദ റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ 1, 1, 2, 2. ഇനി നോക്കിക്കേ, നമുക്ക് ഈ 3 പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്ലക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ, സിമെട്രിക് ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ഫോർ എവരി എ ബിലോങ്സ് ടു എ ഓർഡർഡ് പെയർ എ ബിലോങ്സ് ടു ആർ. ഇതാണ് കണ്ടീഷൻ. സോ നമുക്ക് എയിലുള്ള എലമെൻറ്റ്സ് 2 ആണ്, 1ഉം 2ഉം. സോ 1 എയിലുണ്ടെങ്കിൽ 1, 1 ആറിലുണ്ടാവണം. അതുണ്ടല്ലേ, 1, 1 ഉണ്ട്. അതേപോലെ 2 എയിലുണ്ട്, അതേപോലെ 2, 2 ആറിലുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ക്ലിയർലി ഇറ്റ് ഈസ് എ റിഫ്ലക്സീവ് റിലേഷൻ. സോ ഇനി നമുക്ക് സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ഓർഡർഡ് പെയർ എ ബി ഉണ്ടെങ്കിൽ ബി എ ആ റിലേഷനിൽ ഉണ്ടാകണം. അതായത് ഒരു പെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ റിവേഴ്സ് പെയർ ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കിക്കേ, 1, 1 ഉണ്ട്, അതിൻ്റെ റിവേഴ്സ് പെയർ ഏതാ? 1, 1 തന്നെയല്ലേ. 2, 2 ഉണ്ട്, അതിൻ്റെ റിവേഴ്സ് പെയർ 2, 2 ആണ്. അപ്പോൾ ക്ലിയർലി ഈ റിലേഷൻ എന്താണ്? സിമെട്രിക് ആണ്. അപ്പോൾ സിമെട്രിക് ആണെന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് തേർഡ് കണ്ടീഷൻ, അതായത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഓർഡർഡ് പെയർ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? എ സി ഉണ്ടായിരിക്കണം. സോ നമുക്ക് ഇവിടെ റിലേഷനിൽ 1, 1ഉം 2, 2 ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലിയർലി ഇറ്റ്സ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. സോ ഈ ഒരു റിലേഷൻ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു റിലേഷൻ ആർ എന്ന് പറയുന്ന ഈ റിലേഷൻ എന്താണെന്ന് പറയാം? ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? സോ ദ ഗിവൺ റിലേഷൻ ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. അപ്പോൾ ഒരു റിലേഷൻ എന്താ, ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് നോക്കണമെങ്കിൽ ഫസ്റ്റ് റിഫ്ലക്സീവ് ആണോ നോക്കുക, സിമെട്രിക് ആണോ നോക്കുക, ട്രാൻസിറ്റീവ് ആണോ നോക്കുക. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അത് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താവില്ല, ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കില്ല. ക്ലിയർ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിളും കൂടി നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ എ എന്ന് പറയുന്നൊരു സെറ്റ് കൺസിഡർ ചെയ്യാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2. ഇനി ഇതിലേക്കൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു set of all ordered pair 1, 1, 1, 2, 1, 3, 2, 1, 2, 2, 2, 3 and 3, 1. സോ ഇങ്ങനെ ഒരു റിലേഷനാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്ലക്സീവ് ആണെങ്കിൽ എയിലുള്ള എലമെൻസിൻ്റെ ആ സെയിം ഓർഡർഡ് പേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ 1 ഉണ്ട്, സോ 1, 1 ബിലോങ്സ് ടു ആർ ആണ്. 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2, 2 ബിലോങ്സ് ടു ആർ ആണ്. ഇനി 3 നോക്കിക്കേ, 3 ബിലോങ്സ് ടു എ ആണ്, ബട്ട് 3, 3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇത് റിഫ്ലക്സീവ് അല്ല എന്ന് പറയാം അല്ലേ. 3, 3 ഇല്ല. അപ്പോൾ ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണോ? അല്ല. ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ റിഫ്ലക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻ റിഫ്ലക്സീവ് അല്ല, അതുകൊണ്ട് ഇതൊരു ഇക്വാലൻസ് റിലേഷൻ അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇക്വാലൻസ് റിലേഷൻ എങ്ങനെയാണെന്ന് കണ്ടു. അതുപോലെ ഇക്വാലൻസ് റിലേഷൻ അല്ലാത്തതിന് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയാൽ ഓൾവേസ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് റിഫ്ലക്സീവ് ആണോ എന്ന്, പിന്നെ സെക്കൻഡ് സിമെട്രിക്
ആൻഡ് തേർഡ് ട്രാൻസിറ്റീവ്. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കത്തില്ല. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഫങ്ഷൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ് ഫങ്ഷൻ. ഒരു ഫങ്ഷൻ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷനാണ്. എ ഫങ്ഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ. അപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ എന്ന് പറയുമ്പോൾ അതൊരു റിലേഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം എവരി ഫങ്ഷൻ ഈസ് എ റിലേഷൻ. എല്ലാ ഫങ്ഷനും റിലേഷനാണ്. ഇനിയോ എന്താ പറയുന്നത്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ റിലേഷനും ഇല്ലാത്ത സം പ്രോപ്പർട്ടീസ് ഇതിനുണ്ടായിരിക്കും, ഒരു ഫങ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഫങ്ഷനും റിലേഷൻ ആയിരിക്കും, പക്ഷേ അതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആയിരിക്കില്ല. അതായത് എവരി ഫങ്ഷൻ ഈസ് എ റിലേഷൻ ബട്ട് എവരി റിലേഷൻ ഈസ് നോട്ട് എ ഫങ്ഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് എവരി ഫങ്ഷൻ ഈസ് എ റിലേഷൻ ബട്ട് എവരി റിലേഷൻ ഈസ് നോട്ട് എ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എങ്ങനെയായിരിക്കും? നമ്മളൊരു സെറ്റ് എ കൺസിഡർ ചെയ്യുക, സെറ്റ് ബി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു റിലേഷൻ നമ്മൾ എന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ ഫംഗ്ഷൻ ആവണമെന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എയിലത്തെ എല്ലാ എലമെൻസിനും ബിയിൽ എക്സാക്ട്ലി 1 ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാക്ട്ലി 1 ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. So, a relation from set A to set B is called a function if every element of A has exactly 1 image. അപ്പോൾ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവുന്ന എങ്ങനെയാ? എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് കോൾഡ് എ ഫംഗ്ഷൻ ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഹാസ് എക്സാക്ട്ലി 1 ഇമേജ്. ഏഴത്തെ എലമെൻസിന് ബിയിൽ എക്സാക്ട്ലി 1 ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്നൊരു സെറ്റ് ഞാനിവിടെ എടുക്കുകയാണ്. സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. അതുപോലെ ബി എന്ന് പറയുന്നൊരു സെറ്റ് എടുക്കുകയാണ്, സെറ്റ് എ, ബി, സി. ഇനി ഒരു റിലേഷൻ എഫ് എന്ന് പറയുന്നൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1A, 2B, 3C. നോക്കിക്കേ, ഇവിടെ 1 മാപ്സ് ടു എ ആൻഡ് 2 മാപ്സ് ടു ബി, 3 മാപ്സ് ടു സി അല്ലേ. 1ന് എയിലേക്കും 2ന് ബിയിലേക്കും 3ന് സിയിലേക്കും. ഇവിടെ നോക്കിക്കേ, എല്ലാ ഇൻപുട്ടിനും ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ ബിയിൽ. സോ എവരി എലമെൻറ്റ് ഹാസ് എക്സാക്ട്ലി 1 ഇമേജ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഈ എഫ് എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? ഫംഗ്ഷൻ ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? ദിസ് ഗിവൺ റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി കൺസിഡർ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന റിലേഷൻ എഫ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1A, 1B, 2C. From the set A is equal to set 1, 2, 3 and B is equal to set A, B, C. നമ്മൾ നേരത്തെ എടുത്ത സെയിം സെറ്റ് എയും ബിയും. അവിടുന്ന് ഇങ്ങനൊരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. എഫ് ഇസ് ഈക്വൽ ടു 1A, 1B, 2C. ഇവിടെ നോക്കിക്കേ, 1 മാപ്സ് ടു എ, 1 മാപ്സ് ടു ബി ആൻഡ് 2 മാപ്സ് ടു സി. ഇവിടെ ഇൻപുട്ട് 1ന് നമുക്ക് ബിയിൽ 2 ഇമേജസ് ഉണ്ട് അല്ലേ. 1 ഹാസ് 2 ഇമേജസ്. ഏതൊക്കെയാ? എ ആൻഡ് ബി. ഇത് പോസിബിൾ ആണോ? നമ്മൾ 1 ഇൻപുട്ടിന് 2 ഔട്ട്പുട്ട്സ് ഉണ്ടാവാൻ പാടില്ല അല്ലേ. 1 ഇൻപുട്ട് കനോട്ട് ഹാവ് 2 ഔട്ട്പുട്ട്സ്. സോ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്തല്ല? ഈ തന്നിരിക്കുന്ന റിലേഷൻ എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ ആണെങ്കിൽ എക്സാക്ട്ലി 1 ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ 1 എന്ന് പറയുന്ന ഇൻപുട്ടിന് 2 ഇമേജസ് ഉണ്ട്, എയും ബിയും. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ അല്ല. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഫംഗ്ഷൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഒരു ക്ലാസ് റൂം കൺസിഡർ ചെയ്യുക. അതിൽ സ്റ്റുഡൻറ്റിനെയും സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ എടുക്കുക. ഓക്കെ, നമുക്കറിയാം ഒരു സ്റ്റുഡൻറ്റിന് ഒരു റോൾ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു റോൾ നമ്പർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു സ്റ്റുഡൻറ്റിന് 2 റോൾ നമ്പർ ഉണ്ടാവുമോ? ഇല്ല, അത് പോസിബിൾ അല്ല. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു റോൾ നമ്പറേ ഉണ്ടാവുള്ളൂ. അതേപോലെ നമുക്കെന്ത് പറയാം, 1 ഇൻപുട്ടിന് 1 ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് എ സ്റ്റുഡൻറ്റ് ക്യാൻ ഹാവ് ഓൺലി 1 റോൾ നമ്പർ. സിമിലർലി 1 ഇൻപുട്ട് ക്യാൻ ഹാവ് 1 ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗിവൺ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട്സ് ഉണ്ടെങ്കിൽ അതെന്തല്ല? ഫംഗ്ഷൻ അല്ല. അപ്പോൾ 1 ഇൻപുട്ടിന് 1 ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണെന്ന് നോക്കാം.
ദ സെറ്റ് ഓഫ് ഓൾ ഇൻപുട്ട് വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് എ ഡൊമെയിൻ. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഇൻപുട്ട് വാല്യൂസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിൻ്റെ കളക്ഷൻസ് എടുത്താൽ അതെന്തായി? ഡൊമെയിനായി. സോ നമുക്ക് ഒരു ഫംഗ്ഷൻ ഇവിടെ എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1a 2b 3c. ഇവിടെ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1a 2b 3c. ഇവിടുത്തെ ഇൻപുട്ട്സ് ഏതൊക്കെയാണ് നോക്കിക്കേ. 1 2 3 ഇതൊക്കെയാണ് ഇൻപുട്ട്സ്. സോ ഡൊമെയിൻ എന്തായിരിക്കും? ഈ ഇൻപുട്ട്സിൻ്റെ കളക്ഷൻ ആയിരിക്കും. അപ്പോൾ ഡൊമെയിൻ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? സെറ്റ് 1 2 3. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നമുക്ക് കിട്ടി സെറ്റ് 1 2 3. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ സെറ്റ് ഓഫ് ഓൾ ഇൻപുട്ട് വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡൊമെയിൻ എന്ന് പറയാം. ക്ലിയർ? ഇനി നമുക്ക് കോഡൊമെയിൻ എന്താണെന്ന് നോക്കാം. കോഡൊമെയിൻ എന്ന് വെച്ചാൽ എന്താ? ദ സെറ്റ് ഇൻ വിച്ച് ദ ഔട്ട്പുട്ട്സ് ആർ എക്സ്പെക്റ്റഡ് ടു ലൈ ഈസ് കോൾഡ് ദ കോഡൊമെയിൻ. അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടില്ലേ, ഔട്ട്പുട്ട്സ് വരാൻ സാധ്യതയുള്ള എല്ലാ വാല്യൂസിൻ്റെയും സെറ്റിനെയാണ് നമ്മളെന്ത് പറയുക? കോഡൊമെയിൻ എന്ന് പറയാം. നമുക്ക് സിമ്പിളായിട്ട് പറയാം, പോസിബിൾ ഔട്ട്പുട്ട്സിൻ്റെ കളക്ഷൻ. പോസിബിൾ ഔട്ട്പുട്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മളെന്ത് പറയുക? കോഡൊമെയിൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നൊരു സെറ്റ് കൺസിഡർ ചെയ്യുക, സെറ്റ് 1 2 3. ബി എന്ന് പറയുന്നൊരു സെറ്റ് കൺസിഡർ ചെയ്യുക, സെറ്റ് എ ബി സി ഡി. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു നമ്മൾ എടുത്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ 1a 2b 3c. ഇനി ഇതിൻ്റെ കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിക്കേ, ഇതിൻ്റെ ഔട്ട്പുട്ട്സ് വരാൻ ചാൻസ് ഉള്ളത് എവിടുന്ന? ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നല്ലേ. അപ്പോൾ പോസിബിൾ ഔട്ട്പുട്ട്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ബി തന്നെയാണ്. അപ്പോൾ നമുക്ക് കോഡൊമെയിൻ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സെറ്റ് എ ബി സി ഡി. അതായത് പോസിബിൾ ഔട്ട്കംസ് വരാൻ ചാൻസ് ഉള്ളത് എവിടുന്ന? ബി എന്നാണ്. അപ്പോൾ ബി ഈസ് ദ ടാർഗറ്റ് സെറ്റ്. അപ്പോൾ നമുക്ക് കോഡൊമെയിൻ കിട്ടി സെറ്റ് എ ബി സി ഡി. അപ്പോൾ പോസിബിൾ ഔട്ട്കംസിൻ്റെ കളക്ഷനാണ് നമ്മൾ കോഡൊമെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൊമെയിനും കോഡൊമെയിനും കണ്ടു. ഇനി നമുക്ക് റേഞ്ച് എന്താണെന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ദ സെറ്റ് ഓഫ് ഓൾ ആക്ച്വൽ ഔട്ട്പുട്ട്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് ദ റേഞ്ച്. അതായത് ആക്ച്വൽ ഔട്ട്പുട്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം. ദ സെറ്റ് ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് ദ റേഞ്ച്. റേഞ്ച് എന്ന് വെച്ചാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ ആക്ച്വൽ ഔട്ട്പുട്ട്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫംഗ്ഷൻ. ഇനി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1a 2b 3c ഫ്രം എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ടു ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി. അതായത് എന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1a 2b 3c. ഇനി നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ഔട്ട്പുട്ട് ഏതൊക്കെയാണ്? ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട്സ് കിട്ടുക എ ബി സി ആണ്. അപ്പോൾ ഈ ആക്ച്വൽ ഔട്ട്പുട്ട്സിൻ്റെ കളക്ഷനാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? സെറ്റ് എ ബി സി. ക്ലിയർ? അപ്പോൾ റേഞ്ചും നമുക്ക് കിട്ടിയല്ലേ, സെറ്റ് എ ബി സി. ഇനി അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റിസൾട്ട് കിട്ടും, ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് കിട്ടും. റേഞ്ച് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ. റേഞ്ച് എപ്പോഴും കോഡൊമെയിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് കോഡൊമെയിൻ എന്ന് വെച്ചാൽ എന്താ? ഔട്ട്പുട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ വാല്യൂസിൻ്റെയും സെറ്റിനെയാണ് പറയുന്നത്. അതായത് പോസിബിൾ ഔട്ട്പുട്ടിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? കോഡൊമെയിൻ എന്ന് പറയുക. പക്ഷേ റേഞ്ച് എന്ന് വെച്ചാൽ എന്താ? ആക്ച്വൽ ഔട്ട്പുട്ട്സ് ആണ്. ഒരു ഫംഗ്ഷൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റേഞ്ച് എന്ന് പറയുക. അപ്പോൾ റേഞ്ച് എപ്പോഴും കോഡൊമെയിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുക. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി. ഇനി നമ്മൾ എന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് 1a 2c 3c. സോ എഫ് ഫ്രം എ ടു ബി ഈസ് ഡിഫൈൻഡ് ആസ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1a 2c ആൻഡ് 3c. ഇനി ഇതിൻ്റെ ഡൊമെയിനും കോഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കണം. ഫൈൻഡ് ഡൊമെയിൻ, കോഡൊമെയിൻ ആൻഡ് റേഞ്ച്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ ഡൊമെയിനും കോഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കണം അല്ലേ. ഒരു ഫംഗ്ഷൻ എന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓർഡേഡ് പെയർ 1a 2c 3c. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് ഡൊമെയിൻ എന്താണെന്ന് നോക്കാം. ഡൊമെയിൻ എന്ന് വെച്ചാൽ നമുക്കെന്താ?
ഇൻപുട്സിൻ്റെ കളക്ഷനാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻപുട്ടിൻ്റെ കളക്ഷനാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻപുട്സ് വരിക 1, 2, 3 ആണ്. അപ്പോൾ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു നമുക്ക് സെറ്റ് 1, 2, 3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് റേഞ്ചും കോഡൊമെയിനും കണ്ടുപിടിക്കണം. സോ നമുക്ക് ഫസ്റ്റ് കോഡൊമെയിൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കോഡൊമെയിൻ എന്താണെന്ന് നോക്കാം. കോഡൊമെയിൻ നമുക്കറിയാലോ, പോസിബിൾ ഔട്ട്പുട്ട്സിൻ്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുക, കോഡൊമെയിൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ പോസിബിൾ ഔട്ട്പുട്ട്സ് വരെ ഇവിടുന്ന ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ്. അപ്പോൾ എ, ബി, സി, ഡി ഇവയൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള എന്താ ഔട്ട്പുട്ട്സ്. അപ്പോൾ നമുക്ക് കോഡൊമെയിൻ എന്ത് കിട്ടും? കോഡൊമെയിൻ ഈസ് ഈക്വൽ ടു സെറ്റ് എ, ബി, സി, ഡി. നമ്മുടെ ആ ടാർഗറ്റ് സെറ്റ് ബി ആണ് നമ്മുടെ കോഡൊമെയിൻ ആയിട്ട് വരിക. ക്ലിയർ? ഇനി നമുക്ക് റേഞ്ച് എന്താണെന്ന് നോക്കാം. റേഞ്ച് എന്ന് വെച്ചാൽ എന്താ? ആക്ച്വൽ ഔട്ട്പുട്ട്സ് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട്സ് ആണ്. സോ ആക്ച്വൽ ഔട്ട്പുട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷനുള്ള ഔട്ട്പുട്ട്സ് ഏതൊക്കെ വരുന്നത്? എ, സി, സി അല്ലേ? അപ്പോൾ എ, സി. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സെറ്റ് എ, സി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് സി എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഈ 2 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മൾ എന്താ റേഞ്ച് എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നത് എഴുതുമ്പോൾ ഒരു സി മാത്രമേ എഴുതുന്നുള്ളൂ. അതായത് സെറ്റ് എ, സി എന്ന് എഴുതുന്നില്ല, സെറ്റ് എ, സി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? നമുക്കറിയാലേ സെറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ്. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിൻ്റെ കളക്ഷനാണ് സെറ്റ്. സോ ഒരു സെറ്റ് എഴുതുമ്പോൾ നമ്മൾ സി റിപ്പീറ്റേഷൻ കൂട്ടില്ല അല്ലേ? നമുക്ക് റേഞ്ച് ഈസ് ഈക്വൽ ടു സെറ്റ് എ, സി എന്ന് കിട്ടി. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചല്ലേ? നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പഠിച്ച കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് എന്താ പഠിച്ച ഇക്വാലൻസ് റിലേഷൻ എന്താണെന്ന് വെച്ചു. ഇക്വാലൻസ് റിലേഷൻ ആവണമെങ്കിൽ ഒരു റിലേഷൻ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന റിലേഷൻ എന്തായിരിക്കും? ഒരു ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ. ഒരു ഫംഗ്ഷൻ എന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഏഴത്തെ എലമെൻസിന് ബിയിൽ എക്സാക്ട്ലി 1 ഇമേജ് മാത്രമേ പാടുള്ളൂ. അതായിരിക്കും ഫംഗ്ഷൻ അല്ലേ? ഏഴത്തെ എല്ലാ എലമെൻസിനും ബിയിൽ 1 ഇമേജ് മാത്രമേ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ റിലേഷൻ ആയിരിക്കും. ആ റിലേഷൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആയിരിക്കും, പക്ഷേ ആ കോൺവേഴ്സ് നോട്ട് ട്രൂ അല്ലേ? എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആവണമെന്നില്ല. പിന്നെ നമ്മൾ പഠിച്ചത് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്താണെന്ന് കണ്ടു അല്ലേ? ഡൊമെയിൻ എന്ന് വെച്ചാൽ എന്താ? ഇൻപുട്സിൻ്റെ കളക്ഷനാണ്. ഒരു ഫംഗ്ഷൻ്റെ ഇൻപുട്സിൻ്റെ കളക്ഷനാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയാം. പിന്നെ നമ്മുടെ കോഡൊമെയിൻ എന്ന് വെച്ചാൽ എന്താ? കോഡൊമെയിൻ എന്ന് വെച്ചാൽ പോസിബിൾ ഔട്ട്പുട്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ കോഡൊമെയിൻ എന്ന് പറയാം. അതുപോലെ ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ ആക്ച്വൽ ഔട്ട്പുട്ട്സിനാണ് നമ്മൾ ആ ഫംഗ്ഷൻ്റെ റേഞ്ച് ആയിട്ട് എടുക്കുക, ആക്ച്വൽ ഔട്ട്പുട്ട്സിൻ്റെ കളക്ഷന്. അപ്പോൾ പിന്നെന്താ? റേഞ്ച് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എന്തായിരിക്കും? കോഡൊമെയിൻ ആയിരിക്കും. റേഞ്ച് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. If you found this video helpful, please like, share and subscribe. Thank you for watching. We'll see you in the next part.